എന്താണ് ഈ ബെയ്ലി പാലം? പ്രത്യേകത എന്താണ്? സിവിലിയൻ ആവശ്യത്തിന് ഇന്ത്യയിൽ ആദ്യം കേരളത്തിൽ. ബെയ്ലി പാലം സജ്ജമാകുന്നതോടെ മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം കൂടും. ഇന്നലെ രാത്രി ഏറെ വൈകിയും രക്ഷാപ്രവർത്തകർ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണത്തിൽ തന്നെയായിരുന്നു. മുണ്ടക്കൈയിലെ പാലം തകർന്ന് രക്ഷാപ്രവർത്തനത്തിന് വലിയ തരത്തിലുള്ള വെല്ലുവിളിയാണ് ഉയർത്തിയത്. ബെയ്ലി പാലം പൂർത്തിയായാൽ രക്ഷാപ്രവർത്തനം അതിവേഗമാകും. പല അവസരങ്ങളിലും നമ്മൾ ബെയ്ലി പാലം എന്ന് കേട്ട് കാണും. സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ വാർത്തകളും വായിച്ചു കാണും. എന്നാൽ എന്താണ് ബെയ്ലി പാലം എന്നറിയാമോ? മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തു മാറ്റാവുന്ന തരത്തിലുമുള്ള താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരാണ് ഈ ആശയം ആവിഷ്കരിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയുടെ ആശയമായിരുന്നു ഇത്. ഉരുക്കു തടിയുമാണ് പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ. നിർമ്മാണ സ്ഥലത്ത് ട്രക്കുകളിൽ എത്തിക്കാൻ എളുപ്പമാണ്. അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ പ്രയോജനപ്പെടുക. ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവ നിർമ്മാണം. ഭാരം താങ്ങാവുന്ന ശേഷി അനുസരിച്ച് ക്ലാസ് 40 ടൺ, ക്ലാസ് 70 ടൺ വിഭാഗത്തിലുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ്. പമ്പ നദിക്ക് കുറുകെ ഈ പാലം പത്തനംതിട്ടയിലെ പമ്പ നദിക്ക് കുറുകെ 36 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പകരം താൽക്കാലികമായി ബെയ്ലി പാലം നിർമ്മിച്ചത്. 1996 നവംബർ 8 റാന്നിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചു. രാജ്യത്ത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ബെയ്ലി പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ്. ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിലാണ് ഈ പാലം നിർമ്മിച്ചത്. ഇതിന് 30 മീറ്റർ നീളവും സമുദ്രനിരപ്പിൽ നിന്നും 5602 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആർമിയാണ് ഈ പാലം നിർമ്മിച്ചത്. അതേസമയം മുണ്ടക്കൈയിൽ 190 അടി നീളമാണ് പാലത്തിനുള്ളത്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണിത്. നീളം കൂടുതലായതിനാൽ മധ്യത്തിൽ തൂണ് സ്ഥാപിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം വഴി എത്തിച്ച ട്രക്കുകളിലാണ് കൊണ്ടുവന്നത്. ഉച്ചയോടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.